ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഷാരൻ പനക്കൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തി കെ.ടി. ജോർജ് സ്മാരക അവാർഡ് ഏറ്റുവാങ്ങുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ കെ.ടി. ജോർജിൻ്റെ സാറിൻ്റെ കുടുംബാംഗങ്ങൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, കെ.ടി. ജോർജ് സാറിൻ്റെ പേര് കേട്ടാൽ പറവൂരിലെ എല്ലാവരുടെയും കണ്ണുകളിൽ തിളങ്ങുന്ന ഒരു പ്രകാശമുണ്ടാകും. അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ പറവൂരിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായിരുന്നു. ഇവിടെ വളരെ ഭംഗിയായി അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും ശ്രീ കെ കരുണാകരനോടൊപ്പം, അദ്ദേഹം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനോടൊപ്പം ശ്രീ അച്യുതമേനോൻ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു കെ.ടി. ജോർജ്. തുടർച്ചയായി 3 പ്രാവശ്യം പറവൂരിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ധനകാര്യമന്ത്രിയായി ശോഭിച്ചിരിക്കുന്ന സമയത്താണ് സത്യത്തിൽ മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ കടന്നു വന്ന് അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ആദ്യമായി പറവൂരിൽ 96 എത്തുമ്പോഴും അന്നും എല്ലാവരും, അന്ന് കെ.ടി. ജോർജ് സാറിനോടൊപ്പം പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇവിടെ ഉള്ള കാലം, അവരെല്ലാം അവരുടെ ഓർമ്മകളിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന, എല്ലാവരും അതിലും അംഗീകരിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു കെ.ടി. ജോർജ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ആദ്യമായിട്ടൊരു സിവിൽ സ്റ്റേഷൻ, കെ.ടി. ജോർജ് സ്മാരകത്തിലാണ് നമ്മൾ സിവിൽ സ്റ്റേഷൻ പണിത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തണം, അതൊരിക്കലും മാഞ്ഞു പോകരുത്, വരാതിരിക്കുന്ന തലമുറകളിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് ശ്രീ ഷാരൻ്റെയും ജമാലിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ കെ.ടി. ജോർജ് ഫൗണ്ടേഷൻ ഉണ്ടായി. കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് അവർക്കെല്ലാം ഇതൊരു വലിയ ചാരിറ്റി ഓർഗനൈസേഷനാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹം. ഇപ്പോൾ പതിയെ എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചാരിറ്റി ഓർഗനൈസേഷനാക്കി നമുക്ക് കെ.ടി. ജോർജ് ഫൗണ്ടേഷനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പാലിയേറ്റീവ് കെയർ അടക്കമുള്ള ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള, ഏറ്റവും മികച്ച, പാവപ്പെട്ടവരുടെ മനസ്സിൽ എന്നും ജോർജ് സാറിൻ്റെ നാമം ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ളൊരു വലിയ സംരംഭമായി നമുക്കിതിനെ മാറ്റാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ജമാലും ഷാരൻ പനക്കലൊക്കെ എൻ്റെ പേരിവിടെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവരിപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ധനസഹായമായിട്ട് കൊടുത്തിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയും കൊടുത്തിട്ടില്ല. അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അവർ പേരെൻ്റെ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് തന്നെ ഒരു ചമ്മലായി കേട്ടപ്പോൾ. ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള സഹായവും അവർ തീരുമാനിക്കുന്ന ഏത് പദ്ധതിക്കുള്ള പിന്തുണ. പക്ഷേ ഇതുവരെ അവർ എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഈ പരിപാടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഞാൻ പ്രത്യേകം പരാമർശിച്ചില്ലേ മോശമാണ്. ഇനി എല്ലാവരും ആയിരിക്കും ഞാനിത് തന്നെ ചെയ്തു കൊടുത്തത്, തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്തത്, അവർ ചെയ്തതാണ്. അപ്പോൾ അവർക്കാണ് അതിൻ്റെ, അവരെയാണ് ആ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ പുരസ്കാര വിതരണം ഏറ്റവും കൂടുതൽ ധന്യമാകുന്നത് പാണക്കാട് പ്രിയങ്കരനായ സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ പാണക്കാട് കുടുംബം നമ്മളെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർന്ന ആ വർഷങ്ങളിൽ രാജ്യത്ത് മുഴുവൻ വലിയ വർഗീയ കലാപം ആഞ്ഞടിക്കുന്ന സമയത്ത് ഈ വിന്ധ്യനപ്പുറത്തേക്ക് ഈ വർഗീയ സംഘർഷത്തെ തടുത്തു നിർത്തിയ ആളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാക്കുകളാണ്, ഒരു കാരണവശാലും ഒരു വർഗീയ സംഘർഷത്തിലേക്ക് കേരളം പോകാതെ നിന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹമായി. ഏത് രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ പാണക്കാട് കുടുംബത്തിൽ നിന്ന് എടുക്കുന്ന ഒരു നിലപാട് കേരളം എല്ലാ ജനവിഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കിക്കാണും. നമുക്കറിയാം, ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ പലരുടെയും ആഗ്രഹം 2 മതവിഭാഗങ്ങൾ തമ്മിൽ തുടർച്ചയായി സംഘർഷം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു പലരും. നമ്മുടെ നാട് ഒരു ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നുള്ള വിശ്വാസം ഉള്ള ഒരാളല്ല ഞാൻ. കുറേ ആളുകൾ കാത്തിരിക്കുകയാണ്.
പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആ മുനമ്പം ഭൂമി പാവപ്പെട്ട കുറേ ആളുകൾ ഭൂമി പ്രശ്നമാണ്. ആ ഭൂമി പ്രശ്നത്തിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു വർഗീയ മാനം നൽകി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം വളരെ ആദിയോടുകൂടിയാണ്, വലിയ വിഷമത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. അന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു നിലപാടെടുത്തു. ആ നിലപാട് അദ്ദേഹം പറഞ്ഞു, ആ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ഒരാളെയും അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ആ ഭൂമി അവരെ ഇറക്കി വിടരുത് എന്നുള്ള ശക്തമായ തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ യോഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി. അവരെല്ലാവരും ഈ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഉറക്കെ പറഞ്ഞു. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. തങ്ങളും കുഞ്ഞാലിക്കുടി സായിയുമായി മലപ്പുറത്ത് പാണക്കാട് നിന്നും എറണാകുളത്ത് വന്ന് വരാപ്പുഴ ലത്തീൻ രൂപതയുടെ ആസ്ഥാനത്ത് പോയി ലത്തീൻ രൂപതയുടെ നമ്മുടെ ജോയി പിതാവിനെ അടക്കമുള്ള പിതാക്കന്മാരെ നേരിട്ട് കണ്ട് അവർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യും. ആര് ചെയ്യും ഈ കാലത്ത്? അതൊരു മെസ്സേജ് ആയിരുന്നു. ഷാരൺ മനക്കൽ പോലെ വലിയൊരു സന്ദേശം. വർഗീയതയുടെ പേരിൽ രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം. സത്യത്തിൽ KT ജോർജ് ഫൗണ്ടേഷൻ അങ്ങേക്ക് ഈ അവാർഡ് നൽകി അങ്ങയെ ആദരിക്കുന്നത് കേരളത്തിന് അങ്ങയോടുള്ള ബഹുമാനവും ആദരവും കൊണ്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വാക്കുകൊണ്ടും നിലപാടുകൊണ്ടും ജനങ്ങളുടെ കൂടെയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയങ്കരനായ തങ്ങൾ നടത്തിയതെന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വഖഫ് ബില്ല് പാർലമെന്റിൽ ലോകസഭയിൽ പാസ്സാക്കി. ഇന്ന് രാജ്യസഭയിലും ഭൂരിപക്ഷം കൊണ്ട് പാസ്സാക്കാൻ പോവുകയാണ്. അത് വീണ്ടും ചർച്ചയാകുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇന്നലെ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനൊരു മുൻകാല പ്രാബല്യമില്ല. അപ്പോൾ വഖഫ് ബില്ല് വന്നാൽ മുനമ്പത്തെ പ്രശ്നം തീരും എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. മുനമ്പത്തെ പ്രശ്നം തീരുമോ? അവരോട് ചോദിക്കാൻ, വഖഫ് ബില്ല് പാസ്സായാൽ മുനമ്പത്തെ പ്രശ്നം തീരുമോ? മുനമ്പത്തെ പ്രശ്നം തീരണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൂടി മുൻകൈയെടുക്കും. ഞാനിപ്പോഴും കരുതുന്നത് ഈ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 10 മിനിറ്റിന് കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. 10 മിനിറ്റ് കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് എന്താ? ഒരു സംഘർഷമായി, ഒരു വർഗീയ പ്രശ്നമായി അതങ്ങനെ നീണ്ടു പോയാൽ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്ന് കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിലായി പോയി ദൗർഭാഗ്യകരമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാത്രമല്ല, ഏതെങ്കിലും ഒരു സമുദായത്തെ, ഏതെങ്കിലും ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഏത് തീരുമാനം പാർലമെന്റിലോ നിയമസഭയിലോ എവിടെ വന്നാലും അവിടെ അതിനെ ശക്തിയായി എതിർക്കുമെന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട്. നമ്മളെല്ലാവരും അറിയണം, മിനിങ്ങാന്നാണ് ജബൽപൂരിൽ ഒരു പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്ന ക്രൈസ്തവ മതവിശ്വാസികളെ ഈ ബജരംഗ് ദൾ എന്ന് പറയുന്ന ആളുകൾ ആക്രമിച്ചത്. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് തൃശ്ശൂർ സ്വദേശിയായ ഫാദർ ഡേവിസ് ജോർജിനെ ക്രൂരമായി മർദ്ദിച്ചത്. പരാതിയുമായി ചെന്നവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു. നൂറുകണക്കിന് ദേവാലയങ്ങളാണ്, ക്രൈസ്തവ ദേവാലയങ്ങളാണ് രാജ്യത്ത് എല്ലായിടത്തും ആക്രമിക്കപ്പെടുന്നത്. നൂറുകണക്കിന് ദേവാലയങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ക്രിസ്മസ് ആരാധനകൾ എല്ലാം രാത്രി വന്ന് തടസ്സപ്പെടുത്തുകയാണ്. സ്കൂളുകളിൽ വെച്ചിരിക്കുന്ന പുണ്യവാളന്മാരുടെ പ്രതിമകൾ വന്ന് തകർക്കുകയാണ്. സ്കൂളുകൾക്ക് മീതെ കാവിക്കുടി ഉയർത്തിക്കെട്ടുകയാണ്. ക്രൈസ്തവ വിശ്വാസികൾ നടത്തുന്ന എത്രയോ വർഷങ്ങളായി മിഷണറിമാരും ക്രൈസ്തവ ഡിനോമിനേഷൻസും എല്ലാം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന സ്കൂളുകൾക്കെതിരായി, അവർ നടത്തുന്ന ആരാധനാലയങ്ങൾക്കെതിരായി രാജ്യത്ത് ആക്രമണങ്ങൾ നടക്കുകയാണ്. വഖഫ് ബില്ലിനെ ഞങ്ങൾ ശക്തിയായി എതിർത്തു. നാളെ ചർച്ച് ബില്ല് വന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയായിരിക്കും. വഖഫ് ബില്ല് പാസ്സായി പോകുന്നവർ വെറുതെ ഇരിക്കില്ല എന്ന് എല്ലാവരും തിരിച്ചറിയണം. അവർ ഇനി പാസ്സാക്കാൻ പോകുന്നത് ചർച്ച് ബില്ലാണ്. ഓരോരുത്തരെ ലക്ഷ്യമാക്കിയിട്ടാണ്, ഓരോരുത്തരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നീക്കത്തോടും അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രഖ്യാപനം. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രത്യേകമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട്
ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. പച്ചവെള്ളത്തിൽ